ഇല്ല പോട്ടെ. അല്ല ഞാൻ നിങ്ങൾ ഇത്രമാത്രം ദേഷ്യപ്പെട്ടപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു എന്നപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത്. അവൻ അങ്ങനെ വലിയതായിട്ടൊന്നും ചെയ്തില്ല. അവൻ്റെ കയ്യിരുന്ന പെൻസിൽ അടുത്തിരുന്ന ചെക്കൻ്റെ കാലിലെങ്ങാണ്ട് കയറി കൊണ്ട് അതിനവർ കുത്തി സ്കൂളുകാർ പറഞ്ഞ ഇതിപ്പോ കുട്ടികളാകുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും കൊള്ളും പിടിക്കുകയൊക്കെ ചെയ്യില്ലേ? ഇതിനപ്പം നിങ്ങൾ രണ്ടാളോടും ടീച്ചർ വരാൻ പറഞ്ഞ് അമ്മ വെറുതെ അവന് വളമിച്ചു കൊടുക്കല്ലോ കേട്ടോ. അതിപ്പോ ഞാൻ എന്താ പറഞ്ഞ് എടി സ്കൂളിൽ പഠിക്കുമ്പോ കുട്ടികൾ അങ്ങനെ തന്നെയല്ലേ. ഞാൻ 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അന്ന് ചൊട്ടയും പുള്ളും പറഞ്ഞൊരു സാധനം ഉണ്ട്. ഒരു വടി ഇങ്ങനെ 2 പുറം കൂർപ്പിച്ചിട്ട് വലിയൊരു വടിയുണ്ട് ഇങ്ങനെ അടിച്ചിട്ട് ഡബിൾ ട്രിപ്പിൾ ഇങ്ങനെ എടുത്തിട്ട് ഒറ്റ അടി തന്നെ അടിച്ചാൽ ഒരുത്തന്റെ കണ്ണിലാണ്ട് കൊണ്ടു. അതിന് മരുന്നൊന്നും ചെയ്തിട്ടില്ലല്ലോ. അമ്മ പണ്ട് ഞാൻ ഗോലി കളിച്ചിട്ട് മുട്ട് അടിച്ചിട്ട് ആ ഒരു ചെക്കൻ്റെ മുട്ട് പൊട്ടിയിട്ട് ഒന്നും മിണ്ടാതിരിക്കാവോ? സമാധാനം തരുമോ നിങ്ങള്? പിന്നല്ലാതെ ഇവൻ എന്തിന്റെ കുറവുണ്ടായിട്ടാ നീ അവിടെ പോയിട്ട് പിള്ളേരെ ഉപദ്രവിച്ചതിനാടാ നീ? ഉപദ്രവിച്ചില്ലല്ലോ. പിന്നെ ആമ്പിള്ളേരാകുമ്പോ അങ്ങനെയൊക്കെ തന്നെ. ആണും പെണ്ണും രണ്ടുപേരും ഇപ്പൊ ഒരുപോലൊക്കെ തന്നെ. ഇപ്പൊ നിന്നോട് ഇപ്പൊ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചാ? കണ്ട ഇവിടെ പെമ്പിള്ളേർ ചന്ദ്രനിൽ പോണു, എന്നാൽ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല പെമ്പിള്ളേർക്ക്. നീ ഒരു വണ്ടി പിടിച്ച് ചന്ദ്രനിലോട്ട് നീ പോണതിന്റെ ആണ് മുട്ടയും മേടിച്ചോണ്ട് വന്നേക്കുന്നത്. ഇത്രയും നാൾ ഇപ്പൊ നല്ലോണം പഠിക്കായിരുന്നു, ഇപ്പൊ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൻ കണ്ടിട്ടില്ല, ഇപ്പഴല്ലേ പോയത്. ചിലപ്പോ മുട്ടയ്ക്ക് വില കൂടി ഉണ്ടായിരിക്കും. എന്റെ പൈസ ഇല്ലാത്തോണ്ട് മുട്ട വാങ്ങിച്ചോണ്ട്